മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷൻ അല്ല പോക്കറ്റ് എഡിഷൻ. സോ എൻ്റെ പേര് കൈറോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസ് നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ഇറക്കണമെന്നുള്ളത്. നിങ്ങൾക്ക് അറിയാമോ ഇല്ലെന്നറിയില്ല, ഞാൻ പലതവണ ലൈവ് ഇട്ടിട്ടുണ്ട് PC-യിൽ. സോ എൻ്റെ ആ ലൈവ് കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ PC ഒരു ലോ എൻഡ് PC ആണ്. അതിപ്പോൾ കത്തിപ്പോയി, മദർ ബോർഡിന് ചെറിയൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കളിക്കാൻ പറ്റുമെങ്കിലും ബട്ട് ആ ഒരു PC-യിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഒരു USB ഹബ്ബ് വാങ്ങിച്ച് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസ് മൊബൈലിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മൈൻക്രാഫ്റ്റ് സീരീസ് ഇടാനായിട്ട് ഇൻസ്പയർ ചെയ്തത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് വർക്കിംഗ് യൂട്യൂബറായ സുധി അണ്ണനാണ്. സോ താടി അണ്ണൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മളും ഇൻസ്പയറായി വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ സുധി അണ്ണൻ്റെ വീഡിയോയിലുള്ള പോലെ ചില കാര്യങ്ങൾ നിങ്ങളിതിലും കണ്ടെന്ന് വരും, മൈൻഡ് ആക്കണ്ട. സോ നമുക്ക് നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. വേൾഡിൻ്റെ പേര് ലെറ്റ്സ് പ്ലേ എന്ന് തന്നെ ഇട്ടേക്കാം. സോ ഇതിനകത്ത് ഞാൻ കുറച്ച് മോഡ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ആവശ്യമുള്ളവരൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. രണ്ടെണ്ണം മതിയായിരിക്കും. ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്ന മോഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ലെറ്റ്സ് ജനറേറ്റ് ദ വേൾഡ്. അപ്പോൾ നമ്മുടെ വേൾഡ് ഇവിടെ ജനറേറ്റായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് സ്പ്രൂസിൻ്റെ ജംഗിളുണ്ട്, കോപ്പർ കിടപ്പുണ്ട്. നമ്മളൊരു ഓക്കെ. ഈ ഒരു വേൾഡ് എനിക്കത് കണ്ട് നല്ല പരിചയമുണ്ട് കേട്ടോ. ഈ ഒരു സീഡ് നമ്മൾ റാൻഡം സീഡാണ് എടുത്തത്. എന്തായാലും നമ്മുടെ സുധി അണ്ണൻ്റെ നിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൊന്നാണ് നമ്മൾ ആദ്യം ഇടുന്ന ഈ മരത്തെ നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് മാറ്റി വെക്കുക എന്നുള്ളത്. സോ നമ്മൾ ആദ്യത്തെ ബ്ലോക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൊണ്ടേക്ക് വേറൊരു ബ്ലോക്ക് കൂടെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി ബാക്കി ഈ മരം മൊത്തം മുറിച്ചെടുക്കാം. ഒരുപാട് മരങ്ങളൊന്നും ഞാൻ മുറിച്ചെടുക്കുന്നില്ല. അത്യാവശ്യം ചെറിയ ചെറിയ ടൂൾസും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം, ബേസിക് കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ മുറിച്ചെടുക്കുന്നുള്ളൂ. സോ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ബേസ് ബിൽഡ് ചെയ്യാനായിട്ട് നല്ലൊരു ലൊക്കേഷൻ വേണം. അതുപോലെ തന്നെ നമുക്ക് മാപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് കുറേ ഷുഗർ കെയിനും അയണും വേണം. അയണും വെച്ച് കോമ്പസ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു മാപ്പ് ബിൽഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ കൺഫ്യൂസ് ആയി പോകും. ഞാൻ ഒരു തവണ മുഞ്ചിയതാണ്. അപ്പോൾ പിന്നെ വീണ്ടും എന്തിനാ അങ്ങനെ. സോ നമ്മുടെ ഈ ഒരു വേൾഡിൽ ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതാ കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ചെറിയൊരു സ്റ്റിക്ക് ഉണ്ടാക്കി ഒരു പിക്കാക്സ് ഉണ്ടാക്കി നമുക്ക് കുറച്ച് സ്റ്റോൺ ആദ്യം എടുക്കാം. പിക്കാക്സിനുള്ള സ്റ്റോണായി, ഒരു സോഡിനുള്ള സ്റ്റോണായി, പിന്നെ ഈ ഒരു ആക്സിനുള്ള സ്റ്റോണൂടെ. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റോണും എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എടുത്ത് നമുക്ക് ഇവിടെ വെക്കാം. സോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇല്ല, ഇത് തീർന്നു പോയി. സോ ഒരു ആക്സ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സോഡ്. സോ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ടൂൾസ് നമ്മൾ റെഡിയാക്കി. ഇനി ഇവിടെ കുറേ കോളും അതുപോലെ കോപ്പർ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും ഈ കോളെല്ലാം എടുക്കാം. നമുക്ക് എന്തായാലും ലൈറ്റിൻ്റെ ആവശ്യം നല്ലപോലെ വരും. എന്തായാലും നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലൊക്കേഷൻ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്. രാത്രിയായി ഓൾറെഡി. എൻ്റെ കയ്യിൽ ഹെൽത്തും ഇല്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ കോർഡിനേറ്റ്സും ഓണാക്കാൻ മറന്നുപോയി. എനിക്ക് കോർഡിനേറ്റ്സ് ഓണാക്കണം, അതുപോലെ തന്നെ ഡേയ്സ് ഫ്ലൈഡും ഓണാക്കണം. സോ എന്തായാലും അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഓണാക്കുന്നതായിരിക്കും. ഇതെന്താ സാധനം? ചാർജഡ് ക്രീപ്പർ. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കി പോയിരുന്നെങ്കിൽ ഞാൻ പെട്ടിയായിരുന്നു. എൻ്റെ കയ്യിരിക്കുന്ന സാധനം മുഴുവനും പോയേനെ. അപ്പോൾ നമുക്ക് ഏകദേശം 5 ആയുള്ളൂ. ഇനിയും വേണം കുറേ ഷുഗർ കെയിനും. ഈ ഒരു വേൾഡിൽ കൂടുതലും ചാർജഡ് ക്രീപ്പറാണല്ലോ. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് മോജാങ്ക് മനഃപൂർവ്വമായിട്ടാണെന്ന് തോന്നുന്നത്. വേറെ ഒന്നും ഇത് കാണുന്നില്ല. ഓക്കെ,
അവിടെ അയൺ അത് അയണാണോ? യെസ്, അയൺ. ഓക്കെ, നമ്മുടെ ഒരു കോപ്പർ നമ്മുടെ ഈ വേൾഡിലെ ഫസ്റ്റ് അയൺ. ഓ, 2 അയൺ. ലക്ക്. ഓ, 2 അയണുള്ളൂ കേട്ടോ. സോ നമുക്ക് ഇവിടുന്ന് പോകാം. മണ്ടക്കും സോംബിയൊക്കെ വരുന്ന ഇവിടെ വീണ്ടും കോപ്പർ വേണ്ട. സോ എന്തായാലും നൈറ്റാണ്, എനിക്കൊന്നും ക്ലിയർ ആയിട്ട് കാണത്തുമില്ല. എൻഡർമാനൊക്കെ നിൽക്കുന്നു എന്ന് വേണേൽ പറയാം. കണ്ടോ, എല്ലായിടത്തും നമുക്ക് ചാർജ്ഡ് ക്രീപ്പറിനാണ് കാണാൻ പറ്റുന്നത് കൂടുതലും. ഓക്കെ, അത് പ്ലെയിൻസ് ബയോമാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി പ്ലെയിൻസ് ബയോം ഇട്ടെന്ന് തോന്നുന്നു. കാരണം പ്ലെയിൻസ് ബയോമിലാണ് ഇങ്ങനെ. ഓക്കെ, പ്ലെയിൻസ് ബയോമിൽ എത്തിയിരിക്കുന്നത്. അവിടെയും ചാർജ്ഡ് ക്രീപ്പർ. ഞാനിത് കണ്ടത് മൊത്തം ചാർജ്ഡ് ക്രീപ്പറാണ്, അല്ലാതെ ഒറ്റ ക്രീപ്പറിനെ ഞാൻ കണ്ടിട്ടില്ല. ഓടിക്കൂ. ആ ഷുഗർ കെയിൻ എനിക്ക് വേണ്ടത്. സോ കൂടുതലും ചാർജ്ഡ് ക്രീപ്പറാണ് ഞാൻ കണ്ടത്. എനിക്കാണെങ്കിൽ ഉറങ്ങാനായിട്ടൊരു ബെഡ് കൂടെ ഇല്ല. ഡോഡ്രോ 1 2 ഈ ഒരു വേൾഡിൽ മൊത്തം ചാർജ്ഡ് ക്രീപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എവിടെയെങ്കിലും ഒരു കുഴി എടുത്തിട്ട് അതിനകത്ത് ഇരിക്കേണ്ടി വരും. ആരേക്കടാ, അല്ലാണ്ട് വേറെ വഴിയില്ല. അതെൻ്റെ പുറകെ വച്ച് പിടിച്ച് വരുവാണ്. സോ ഞാൻ ഇവിടെ ഒരു കുഴി എടുക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ബ്ലോക്ക് ഔട്ട് ഇരിക്കട്ടെ. എന്തൊരു ഇരുട്ട്. എനിക്കും കാണുന്നില്ല, നിങ്ങൾക്കും ഒന്നും കാണുന്നില്ല. ഇപ്പം എല്ലാം കണ്ടില്ല. എൻഡർമാൻ്റെ സൗണ്ട് അല്ലേ ആ കേട്ടത്? എന്തായാലും കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇവിടെ നിൽക്കാം. എന്തായാലും മോർണിംഗ് ആവട്ടെ. ആ ഒരു ടൈമിൽ ഞാൻ പോയിട്ട് ആ കോർഡിനേറ്റ്സും അതുപോലെ തന്നെ ഡിസ്പ്ലേയും ഒന്ന് ഓണാക്കിയിട്ട് വരാം. സോ നമ്മൾ ആ ഒരു രാത്രി ഫസ്റ്റ് ഡേ എങ്ങനെ ഇതെന്തൊരു പശു? എന്ത് കുട്ടാ നീ ഇങ്ങനെ? മൈൻക്രാഫ്റ്റ് മോജാങ് ബഗ്. സോ ഫസ്റ്റ് ഡേ അങ്ങനെ നമുക്ക് കഴിഞ്ഞു. ഞാൻ ആ ഒരു ഡേ കൊണ്ട് നമുക്ക് ഇത്രയും ഒരു കോപ്പർ കൊണ്ട് നമ്മൾ ഒരു ചെസ്റ്റ് പ്ലേറ്റ് മാത്രമേ ഇനി ഉണ്ടാക്കിയാൽ മതി. അത് മെൽറ്റ് ചെയ്യാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഫുഡും വേണം. ഫുഡിന് വേണ്ടി കെൽപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ കുറേ പന്നികളെയും പശുവിനെയും കണ്ടതുകൊണ്ട് അതിനെ കൊന്ന് ഫുഡാക്കാമെന്ന് വിചാരിച്ചു. സോ രണ്ടാമത്തെ ഒരു ഷീപ്പൂനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കായിരുന്നു. ആ ഒരു ഷീപ്പിന് എപ്പോൾ പണവോ ആവും. ആക്ച്വലി നല്ലപോലെ ഫുഡ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇവരുടെ കയ്യിൽ നിന്ന്. അവിടെ ഒരു ഡോങ്കി നിൽപ്പുണ്ട്. ഡോങ്കി ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ഓക്കെ, ഷീപ്പ് ഇതായിരിക്കും. അങ്ങനെ ഒരു ഷീപ്പിനെ കൊന്ന് നമുക്ക് ബെഡിനുള്ള ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വീണ്ടും ഞാൻ ഈ ഷീപ്പിനെ കൊല്ലുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുഡിന് വേണ്ടിയിട്ടാണ്. അല്ലായിരുന്നേ ഞാൻ കൊള്ളത്തില്ലായിരുന്നു. ഓക്കെ, ഒരു വാണ്ടറിങ് ട്രേഡർ വന്നിപ്പോൾ ഉണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്ന് തോന്നുന്നു. എമറാൾഡ് ഉണ്ട്. ബട്ട് ഇവനെ ഇപ്പം എങ്ങനെ ഞാനിവിടെ നിർത്തും? സാരമില്ല, എന്തായാലും പോട്ടെ. നമുക്ക് പിന്നീട് കാണാം. വരും, നല്ലൊരെണ്ണം വരും. സോ ഗൈസ്, അപ്പോൾ കുറേ നേരത്തെ ഒരു യാത്രയ്ക്ക് ശേഷം ഞാൻ ഒരു 2 സ്റ്റക്കോളം ഷുഗർ കെയിനും അതുപോലെ തന്നെ മൈനിങ് ഞാൻ ചെയ്തായിരുന്നു. മൈനിങ്ങൊക്കെ ഞാൻ ഓഫ്ലൈനിൽ ഇരുന്നാണ് ചെയ്തത്. വെറുതെ നിങ്ങളെ ക്യാമിൽ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്നുള്ളൊരു മൈൻഡിൽ ചെയ്തായിരുന്നു. ഓക്കെ, പമ്പിങ് ഉണ്ട്. ഇവിടാണ് എൻ്റെ ബേസ് വരുന്നത്. ഓക്കെ, ബേസല്ല, ഞാൻ ജസ്റ്റ് ഒരു കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എൻ്റെ തൽക്കാലത്തെ ബേസ്. ഓക്കെ, രാത്രി ആവുന്നുണ്ട്. കുറച്ച് മൈനിങ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു 10 റെഡ് സ്റ്റോൺ കണ്ട് കിട്ടി.
കുറച്ച് അയണം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ രാത്രിയാവുമ്പോൾ പെട്ടെന്ന് ഇത് കയറിയിട്ട് അങ്ങോട്ട്. ഓക്കെ, ഡേട്ട് ഓക്കെ. 16 റെഡ് സ്റ്റോണും 3 ഡയമണ്ടും 10 അയണും പിന്നെ കുറച്ച് അയണോട് ഇരിപ്പുണ്ട്. 11 കുറച്ച് അയണോട് കിട്ടിയായിരുന്നു എനിക്ക്. മൊത്തം 21 അയണും 16 റെഡ് സ്റ്റോണും 3 ഡയമണ്ടും ഷുഗർ കെയിന് 2 സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ മാപ്പ് ബിൽഡ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങാം. സോ മാപ്പ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഉറങ്ങണം. സോ നമ്മൾ ഉറങ്ങി എണ്ണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണും റെഡ് സ്റ്റോണും കയ്യിലെടുക്കുക. അതിനുശേഷം നമ്മൾ മാക്സിമം പേപ്പർ അറിയാണ്ട് ഷുഗറായിപ്പോയി. സാരമില്ല, ഈ ഒരു ഇത്രയും വെച്ച് എനിക്ക് എത്ര കിട്ടും? ശരി, 63 പേപ്പർ. ഓക്കെ, മതി, അതൊക്കെ മതി. എന്തെങ്കിലും ഒരു സ്റ്റാക്കിനകത്ത് പേപ്പർ ഇരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ ഷുഗർ കെയിൻ കയറി നിൽക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് കോമ്പസാണ്. കോമ്പസിന് വേണ്ടി ഇങ്ങനെ കണ്ടായിരുന്നു സാധനം വെച്ചുകൊണ്ടിരുന്നത്. ഇവിടെ സെൻട്രലിൽ റെഡ് സ്റ്റോൺ എന്താണ്ട് വരും. കോമ്പസ്. ഇങ്ങനെ എത്ര കോമ്പസ് വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു 6 കോമ്പസ് തൽക്കാലത്തേക്ക് എടുക്കാം. കോമ്പസിൻ്റെ സ്പെല്ലിംഗ് അറിയാത്ത മണ്ട. ഓക്കെ, തൽക്കാലത്തേക്ക് 5 കോമ്പസ്. ടോട്ടലി 6 കോമ്പസ് വന്നു. യെസ്, പ്രോപ്പർലി 6 കോമ്പസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റും വെച്ച് ഈ ഒരു കോമ്പസ് സെൻറ്ററിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എംപ്റ്റി ലൊക്കേറ്റർ മാപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ മൊത്തം നമുക്ക് 6 ലൊക്കേറ്റർ മാപ്പ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഒരു 6 ലൊക്കേറ്റർ മാപ്പും ഒന്ന് കവർ ചെയ്തെടുക്കണം. ലൈക്ക് അത് തന്നെ. സോ നമുക്ക് എന്തായാലും കിട്ടിയ അയൺ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പിക്കാക്സ് ഓൾറെഡി ഉണ്ട്. ഇനി 10 അയണും 10 റെഡ് സ്റ്റോൺ ഇരിപ്പുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പേപ്പർ ഇരിപ്പുണ്ട്. വേണ്ടത് അയൺ. ഒരു 2-3 ഇതുകൂടെ ഉണ്ടാക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? എന്തായിരുന്നാലും ഇവർ കോമ്പസ് 2 കോമ്പസ് കൂടെ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഈ ബാക്കി അയണും അതേപോലെ തന്നെ റെഡ് സ്റ്റോണും ഞാൻ താഴത്ത് വെക്കട്ടെ. ഇതിനകത്ത് ഫുഡ് മാത്രമേ ഉള്ളൂ. കുറച്ച് പേപ്പർ അതിനുശേഷം ഒരു മാപ്പ് കൂടെ ബിൽഡ് ചെയ്ത് എടുത്തേക്കാം. എംപ്റ്റി ലൊക്കേറ്റർ മാപ്പ്, 2 എംപ്റ്റി ലൊക്കേറ്റർ മാപ്പ്, മൊത്തം 8 എംപ്റ്റി ലൊക്കേറ്റർ മാപ്പ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക്. സോ ഈ ഒരു ലൊക്കേറ്റർ മാപ്പ് വെച്ചിട്ട് നമുക്കിനി നമ്മുടെ മാപ്പ് ഫുള്ള് സെറ്റാക്കണം. അതിന് മുമ്പ് ഡേർട്ട് ഇതൊന്ന് മറക്കണമെന്നുണ്ടായിരുന്നു. അതിനിപ്പോൾ പറ്റുമോ ഇല്ലയോ എന്നാണ് എനിക്കറിയാത്തത്. സോ ആ ഡേർട്ട് വെച്ച് ഞാനതൊന്ന് മറച്ചു. സോ ഇത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഒരെണ്ണം മണ്ടയ്ക്ക് വെച്ചേക്കാം, ഓർത്തിരിക്കാൻ വേണ്ടി ഏതാണ് എൻ്റെ ഒരു ലൊക്കേഷൻ എന്ന്. സോ നമ്മുടെ കുതിര ഇവിടെ ഉണ്ട്. ഞാൻ പോയിട്ട് വന്നതിന് ശേഷം കുറേ സ്പോമോൾസ് വന്നാ. ശരി, അവിടെ എന്തൊരു ബിൽഡാണോ? അല്ല, അത് മാതിര. ശരി, ഇതാ ഡേട്ട. ഓക്കെ, നമ്മുടെ ഈ ഒരു മാപ്പ് വെച്ച് നമ്മൾ ഇനിയാണ് പരിപാടി. ഓക്കെ, നമ്മളൊരു മാപ്പ് ഡ്രോ ചെയ്യുന്നു. ഇതൊക്കെ അകത്തോട്ട് പോയി. നീ മാത്രം പുറത്ത് വാ. നീ ഇങ്ങേറ്റത്ത് പോവും. നീ ഇവിടെ നീ ഇവിടെ വാ. ഓക്കെ, നമ്മുടെ മാപ്പ് 1 കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു ലൊക്കേഷനിലാണ് നിൽക്കണത്. നമുക്കിനി ആ ഒരു സൈഡിലൂടെ റെൻഡറായി കിട്ടാണ്ട് അത്രയും കൂടെ ഇത്തിരിയും കൂടെ. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സൈഡ് റെൻഡറാക്കി എടുക്കാം. സോ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. മാപ്പിൽ നോക്കി നേരെ ആ ഒരു ബോർഡർ വരെ എത്തുക. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ആ മാപ്പ് നോക്കി എൻ്റെ ആ ക്യാരക്ടറിൻ്റെ സിമ്പിൾ മറന്നു. ഇപ്പോൾ ഒരു സർക്കിളാവും. സർക്കിളായിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഏരിയ ടെറിട്ടറി കിട്ടും.
ഞാൻ ഒരു വലിയ മണ്ടത്തരം കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഇത് റെഡിയാക്കിയില്ല, ഐറ്റം ഫ്രെയിം ഇത് തൂക്കിയിടാനായിട്ട്. ഇനി അതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് പോയിട്ട് വേണം നോക്കാൻ. ഒരു ഐറ്റം ഫ്രെയിം ബിൽഡ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണോ വേണ്ടത്. നമുക്ക് ആ ഒരു മാപ്പ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു കാറ്റഗോറിഫിക്സ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. എന്തോന്നാ എന്തെങ്കിലോട്ട്. സോ ആ ഒരു മാപ്പിനെ എടുത്ത് വെക്കുക. പിന്നെ ഒരു ഗ്ലാസ് കൂടെ വെക്കണം. അത് വെക്കണമെങ്കിൽ ഞാൻ ഗ്ലാസ്സിനെ ഗ്രൈൻഡ് ചെയ്യണം, മെൽറ്റ് ചെയ്യണം. സോ ആ ഗ്ലാസ്സൂടെ ഒന്ന് സാൻഡൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് സാൻഡ് അത് തന്നെ വാക്കുകളെല്ലാം മാറിപ്പോന്നു. ആ സാൻഡൂടെ ഒന്ന് മെൽട്ടായതിന് ശേഷം വേണം എനിക്ക് ഈ ഒരു മാപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാപ്പ് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ മാപ്പാണ് അതിൻ്റെ ഇടത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ടുള്ള വഴി. അത് നമ്മളെടുത്ത് അതിൻ്റെ വലത്തെ സൈഡാണ് താഴോട്ടുള്ളതും എടുത്തിട്ടുണ്ട്. സോ ഈ 3 നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ലോക്ക് ചെയ്യുകയാണ്. അതായിരിക്കും ബെറ്റർ. കറക്റ്റ് 3 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് മാപ്പിനെ ലോക്ക് ചെയ്യാം. ഇവിടെ അതെന്താ ലോക്കാവത്തെ? എനിക്കൊന്ന് ഗ്ലാസ് പെയിൻ ആക്കണോ? ഗ്ലാസ് പെയിൻ ആക്കണം. സോ ഗ്ലാസ് പെയിൻ ആക്കണമെങ്കിൽ നമുക്ക് ഇനിയും ഗ്ലാസ് വേണം. ഓക്കെ, ഒരു 16 ഗ്ലാസ് സെറ്റായിട്ടുണ്ട്. അത് മതി, ധാരാളം. എനിക്കൊന്ന് ഓക്കെ, ഇനിയാണ് നമുക്ക് ആ ഒരു മാപ്പ് ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ലോക്ക് മാപ്പ്. സോ നമ്മുടെ ആദ്യത്തെ മാപ്പ് അങ്ങനെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. സോ നമ്മുടെ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ആദ്യത്തെ മാപ്പ് ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് വെച്ചേക്കാം. നമുക്ക് അതേപോലെ തന്നെ ഒരു ഐറ്റം ഫ്രെയിമൂടെ നമുക്ക് ബിൽഡ് ചെയ്യണം. അതിന് സ്റ്റിക്കും വേണം, അതേപോലെ തന്നെ ലെതറും വേണം. ഓക്കെ, സിമ്പിൾ ഐറ്റംസ്, ഈസി, നമ്മുടെ കയ്യിലുണ്ട്. അതിനുള്ള ലെതർ കാണാനില്ല. ഇതിനകത്താണോ ബണ്ടിലോടെ? ഇതിനകത്തൊരു ബണ്ടിലുണ്ടല്ലോ. ഓക്കെ, 2 ലെതറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. നമുക്ക് ഇനി ലെതർ വേണം. അപ്പോൾ നമ്മൾ ഒരുപാട് പശുവിനെ കൊല്ലേണ്ടി വരും. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ മാപ്പൂടെ നമുക്ക് എന്തായാലും ലോക്ക് ചെയ്ത് വെച്ചേക്കാം. മൂന്നാമത്തെ മാപ്പിൽ ലോക്ക് ചെയ്യണം. മൂന്നാമത്തെ മാപ്പ് ഇതല്ലേ? ഓക്കെ, മൂന്നാമത്തെ മാപ്പ് ഇതാണ്. സോ നമ്മുടെ 3 മാപ്പ് നമ്മളിവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 4ാമത്തെ മാപ്പ് ഏത് ലൊക്കേഷനാണെന്ന് മനസ്സിലാവണം. ഓക്കെ, റൈറ്റ് സൈഡ് ടോപ്പിലെങ്ങാണ്ടാണ് വരുന്നത്. നമുക്കതൊന്ന് അതും ലോക്ക് ചെയ്തേക്കാം, ഇതും ലോക്ക് ചെയ്തേക്കാം. ഓക്കെ, 3 ലോക്ക് ചെയ്തേക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ 6 മാപ്പും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 7ാമതും 8ാമതും ഇനിയും മാപ്പ് ഉണ്ടാക്കണം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഒരു ഐറ്റം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ഒരു കുറച്ച് ബിൽഡല്ലല്ലോ, കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ഐറ്റം ഫ്രെയിമിന് വേണ്ടിയിട്ട് കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ. ഒരു 12 വേണ്ടായിരുന്നു. നമുക്കൊരു 2 ഐറ്റം ഫ്രെയിം വെക്കാനുള്ളത്. ഓക്കെ, 12 വേണം. നമുക്ക് ഇനി സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. ഇതിന് ബ്രേക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഈ മാപ്പ് എങ്ങനെ വരുന്നതെന്ന്. സുധിയണ്ണൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പോലും വേണ്ട, നിങ്ങൾക്കിത് കാണാപ്പാടമായിരിക്കും. സോ സുധിയണ്ണൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾ ഇത് വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാം. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ഐറ്റം ഫ്രെയിം ഇവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ഒരു ചെസ്റ്റിൽ നിന്നും നമ്മുടെ ആദ്യത്തെ മാപ്പ് എടുത്ത് നമ്മൾ കൊണ്ട്
അവിടെ വെക്കുന്നത്. ആ ഒരു ഐറ്റം ഫ്രെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നോളും. ഓക്കെ, നമ്മുടെ ഈ മാപ്പ് ഇനി ലോക്ക്ഡ് ആയിരിക്കും. നമ്മൾ ഇവിടെ എന്ത് ബിൽഡ് ചെയ്താലും അതിനി ഇതിനകത്ത് വരില്ല. വേറൊരു മാപ്പ് ഓപ്പണാക്കി അതിനകത്ത് വേണം വരുത്താൻ. സോ ഇനി എന്ത് ബിൽഡ് ചെയ്താലും ആ ഒരു മാപ്പിൽ മാത്രം ഒന്നും വരത്തില്ല. ഇങ്ങോട്ട് വന്ന് ഈ ഒരു ഐറ്റം ഇവിടെ വെച്ച് മാപ്പ് 2 ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇത് കണക്റ്റായി. ഓക്കെ, അതേപോലെ നമ്മൾ ഈ ഒരു ഫുള്ള് മാപ്പ് ബിൽഡ് ചെയ്യുകയാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കി നമുക്ക് അന്നേരത്തേക്ക് ഞാൻ ഈ ഒരു മാപ്പ് ഫുള്ള് ബിൽഡ് ചെയ്ത് കഴിയും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്കിനി കാണാം.